നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊസീജിയർ ഫോർ സെൽ കൾച്ചേഴ്സ് ആണ്. ഇത് നമ്മൾ അനിമൽ കൾച്ചറിൻ്റെ കൂടെ തന്നെയാണ് ചോദിക്കാറ് സാധാരണ. പ്രൊസീജിയർ ഫോർ സെൽ കൾച്ചറിൽ നമ്മൾ ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അവർ ക്വൈറ്റ് കോംപ്ലക്സ് ആണ്. അവരിൽ കുറേ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടാവും, റെക്റ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ് ഉണ്ടാവും, വെറൈറ്റി ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ടിഷ്യൂ കോംപ്ലക്സ് ആവുന്നത്. ഈ കോംപ്ലക്സ് ആയ ടിഷ്യൂവിനെയാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. 3 സ്റ്റെപ്പുകളുണ്ട്. Isolation of tissue, desegregation of tissue, seeding the culture into culture vessel. ഓക്കെ, അപ്പോൾ ഈ ഐസൊലേഷൻ, ഡിസഗ്രിഗേഷൻ, സീഡിങ് ഈ 3 പ്രോസസ്സുകളും ലാമിനാർ ബെഞ്ചിൽ വെച്ചാണ് ചെയ്യുക. കണ്ടാമിനേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 പ്രോസസ്സുകളും ലാമിനാർ ബെഞ്ചിൽ വെച്ചിട്ടാണ് പെർഫോം ചെയ്യുക. ഐസൊലേഷൻ ഓഫ് ടിഷ്യൂ, ഇതിൽ എന്താ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഒരു അനിമലിൻ്റെ ഒരു ബോഡിയിൽ നിന്ന് നമ്മളൊരു പോർഷൻ ടിഷ്യൂ എടുക്കുകയാണ്. എന്നിട്ട് അതിനെ കൾച്ചർ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻ മീഡിയത്തിൽ വെച്ചിട്ടാണ് അതിനെ കൾച്ചർ ചെയ്യുക. നമുക്ക് ഈ ടിഷ്യൂസൊക്കെ എടുക്കാൻ പറ്റുന്നത് ലബോറട്ടറി എനിമൽസ് ആയിട്ടുള്ള റാബിറ്റ്, മൈസ്, പിഗ് ഇങ്ങനത്തെ എനിമൽസിൽ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും ഈ ഒരു ടിഷ്യൂവിനെ കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഏത് ഓർഗനാണോ എടുക്കണേ ആ ഓർഗൻസിത്തെ സെല്ലിനൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. 70% ആൽക്കഹോൾ വെച്ചിട്ടാണ് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം ഇതൊരു ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ന്യൂട്രിയൻ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ബാലൻസ്ഡ് സാൾട്ട് സൊല്യൂഷൻ വിത്ത് കണ്ടെയ്നിങ് ആൻറ്റിബയോട്ടിക്സ്. അതൊരു എക്സാമ്പിൾ പറയുന്നതാണ് ബാലൻസ്ഡ് സാൾട്ട് സൊല്യൂഷൻ BSS കണ്ടെയ്നിങ് ആൻറ്റിബയോട്ടിക്സ്. ഈ ടിഷ്യൂവിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫ്രീസറിൽ കൊണ്ടുവരും. ഐസൊലേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഡിസഗ്രിഗേഷൻ ഓഫ് ടിഷ്യൂ. 3 മെത്തേഡ്സ് ഉണ്ട്: ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ ഡിസഗ്രിഗേഷൻ, എൻസൈമാറ്റിക് ഡിസഗ്രിഗേഷൻ ആൻഡ് ചെലേറ്റിംഗ് ഏജൻറ്റ്. ഫിസിക്കൽ ഓർ മെക്കാനിക് ഡിസഗ്രിഗേഷന് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കും. ഇപ്പോൾ ഇവിടെ സീവിങ്, സിറിഞ്ചിങ്, വിഗോറസ്, പിപ്പറ്റിങ് ഇങ്ങനെ 3 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ടിഷ്യൂ എടുക്കുക, ടിഷ്യൂവിനെ നമ്മൾ സീവിൽ വെക്കുക, സീവിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അത് ചെറിയ പീസസ് ആവും. ഈ പീസസിനെ നമ്മൾ ഹീമോസൈറ്റോമീറ്റർ വെച്ച് കൗണ്ട് ചെയ്യുക, എന്നിട്ട് ഇതിനൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ ഡിസഗ്രിഗേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എൻസൈമാറ്റിക് ഡിസഗ്രിഗേഷൻ. ഇതിൽ നമുക്ക് പേര് പോലെ തന്നെ കുറേ എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രിപ്സിൻ, മ്യൂക്കേസ്, കൊളാജനേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ എൻസൈമാറ്റിക് ഡിസഗ്രിഗേഷനിൽ നല്ല ലാബർ വേണം, കുറേ ലാബേഴ്സ് വേണം. പിന്നെ അതുപോലെ തന്നെ ഡാമേജ് ഓഫ് സെൽസ് ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലാണ്. എൻസൈമാറ്റിക് ഡിസഗ്രിഗേഷനിൽ 2 ടൈപ്പ് ഉണ്ട്: വാം ട്രിപ്സിനൈസേഷനും കോൾഡ് ട്രിപ്സിനൈസേഷനും. എൻസൈം ട്രിപ്സിൻ വെച്ചിട്ട് ഡിസഗ്രിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രിപ്സിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രിപ്സിൻ, മ്യൂക്കേസ്, കൊളാജനേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ എൻസൈമാറ്റിക് ഡിസഗ്രിഗേഷനിൽ നല്ല ലാബർ വേണം, കുറേ ലാബേഴ്സ് വേണം. പിന്നെ അതുപോലെ തന്നെ ഡാമേജ് ഓഫ് സെൽസ് ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലാണ്. എൻസൈമാറ്റിക് ഡിസഗ്രിഗേഷനിൽ 2 ടൈപ്പ് ഉണ്ട്: വാം ട്രിപ്സിനൈസേഷനും കോൾഡ് ട്രിപ്സിനൈസേഷനും. എൻസൈം ട്രിപ്സിൻ വെച്ചിട്ട് ഡിസഗ്രിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രിപ്സിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാം ട്രിപ്സിനൈസേഷനിൽ എന്താ നടക്കുക, കോൾഡ് ട്രിപ്സിനൈസേഷനിൽ എന്താ നടക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ടിഷ്യൂവിനെ ചോപ്പ് ചെയ്യാം, 2-3 പീസസ് ആയിട്ട് ചോപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 100 ml ട്രിപ്സിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും, അതിലേക്ക് പ്ലേസ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസോസിയേറ്റ് സെൽസുകൾ കിട്ടും. ഈ ഡിസോസിയേറ്റ് സെൽസിനെ കളക്ട് ചെയ്യുക. ഓരോ 30 മിനിറ്റ്സിലും കിട്ടുന്ന ഡിസോസിയേറ്റ് സെൽസിനെ കളക്ട് ചെയ്തിട്ട് ഹീമോസൈറ്റോമീറ്ററിൽ വെച്ച് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഈ ഡിസോസിയേറ്റ് ചെയ്ത സെൽസിനെ നമ്മൾ ഒരു മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ സെറം ഉണ്ടായിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി കോൾഡ് ട്രിപ്സിനൈസേഷനിൽ സെയിം തന്നെയാണ് ചോപ്പ് ചെയ്യുക. പക്ഷേ ഇവിടെ നേരത്തെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ഗ്ലാസ് വയൽസ് ആണ് എടുക്കുന്നത്. ഈ ഗ്ലാസ് വയൽസിൽ ട്രിപ്സിൻ ഉണ്ട്. ഈ ട്രിപ്സിൻ എവിടെ വെച്ചേക്കുന്നത്? ഒരു ഐസിൻ്റെ മേലെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ ചോപ്പഡ് ചെയ്തതിന് ശേഷം നമ്മൾ BSS സൊല്യൂഷനിൽ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യണം. BSS എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് സാൾട്ട് സൊല്യൂഷനിൽ വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഗ്ലാസ് വയലിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുക 30 മിനിറ്റ്സ്. ശേഷം ഒരു സെറം കണ്ടെയ്ൻ ചെയ്തേക്കണ ഒരു വയലിലേക്ക് ഇതിനെ പിപ്പറ്റ് ചെയ്യുക. ഈ സെല്ലുകളെ പിപ്പറ്റ് ചെയ്യുമ്പോൾ ഈ സെല്ല് ഡിസ്പേഴ്സ് ചെയ്യും. എന്നിട്ട്
സെല്ലുകൾ ഹീമോസൈറ്റോമീറ്റർ വെച്ചിട്ട് കൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് ചെലൈറ്റിംഗ് ഏജൻസിനെ പറ്റിയാണ് പറയുന്നത്. എക്സാമ്പിൾ EDTA ആണ്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക സെൽ സസ്പെൻഷൻസ് ഉണ്ടാക്കാനായിട്ടാണ്. കാൽഷ്യം മാഗ്നീഷ്യം അയോൺസിനെ ചെലൈറ്റിംഗ് ഏജൻസ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സെൽ സസ്പെൻഷൻസ് പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസഗ്രിഗേഷനൊക്കെ കഴിഞ്ഞു. ഡിസഗ്രിഗേഷനിൽ 3 പ്രോസസ്സുകളാണ് പറഞ്ഞത്. 1 മെക്കാനിക്കൽ, 2 എൻസൈമാറ്റിക്, 3 ചെലൈറ്റിംഗ് ഏജൻസ്. ഇനി നെക്സ്റ്റ് ആണ് സീഡിങ് ദ കൾച്ചർ ഇൻ ടു കൾച്ചർ വെസൽ. ഡിസഗ്രിഗേറ്റ് ചെയ്തേക്കണ ടിഷ്യൂവിനെ നമ്മൾ വേറൊരു കൾച്ചർ വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇത് അവരുടെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി മോസ്റ്റ് ഓഫ് ദി സെൽസ് റിക്വയർ സപ്പോർട്ട് ഫോർ സബ്സ്ട്രേറ്റ് ഫോർ ദെയർ ഗ്രോത്ത്. അങ്ങനെയുള്ള സെൽസുകളെ പറയുന്ന പേരാണ് ആങ്കറേജ് ഡിപ്പെൻഡൻറ്റ്. അവരൊരു മോണോലെയർ ആയിട്ടാണ് ഗ്രോ ചെയ്യുക. ആൻഡ് ചില സെല്ലുകൾക്ക് ഈ ഒരു സബ്സ്ട്രേറ്റിൻ്റെ ആവശ്യമില്ല. അവരെ പറയുന്ന പേരാണ് ആങ്കറേജ് ഇൻഡിപെൻഡൻറ്റ്.